ട്രെയിനിൽ കയറാൻ വേണ്ടി വന്നതാണ്. തേർഡ് പ്ലാറ്റ്ഫോമിൽ എത്തിയപ്പോഴാണ് ആകെ അസ്വസ്ഥരാകുകയും അവർക്ക് മൂവ് ചെയ്യാൻ പറ്റിയ സാഹചര്യം ഉണ്ടാവുകയും ചെയ്തത്. ആ ഘട്ടത്തിലാണ് ഞാനിതൊന്നും അറിയുന്നില്ല. അപ്പോഴാണ് അവർക്ക് സംസാരിക്കാൻ സാധിക്കുന്നില്ല. അവർ കഴുത്തിങ്ങനെ വേദന കൊണ്ട് കഴുത്തിങ്ങനെ ഇളക്കി കളിക്കുന്നു, കൈ കൊണ്ടിതാകുന്നു. അപ്പോൾ ആ ഘട്ടത്തിലാണ് തീർച്ചയായും ഞാൻ സഭാനാഥനാണ്. എൻ്റെ സഭക്കകത്തൊരു സഭാംഗം ഇത്തരത്തിൽ മാൻഹാൻഡിൽ ചെയ്യപ്പെട്ടാൽ അവരുടെ ആരോഗ്യം സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം സഭാനാഥൻ എന്നുള്ള എനിക്കുണ്ട്. അപ്പോൾ സ്വാഭാവികമായും സഭാ നേതാവിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തും. ഇങ്ങനെ മന്ത്രിക്ക് നേരെ ഒരു കയ്യേറ്റം നടന്നിരിക്കുന്നു. അതിൻ്റെ ഭാഗമായി അഡ്മിറ്റ് ചെയ്തു. സമരങ്ങൾ പ്രൊമോട്ട് ചെയ്യപ്പെടേണ്ട, സമരങ്ങളിപ്പോൾ നടത്തണമെന്ന് പറയാൻ പറ്റില്ല. ജനാധിപത്യ സമൂഹമാണ്. ജനാധിപത്യത്തിൽ പ്രതിഷേധിക്കാനുള്ള അവകാശം ഏതൊരു പൗരനുമുണ്ട്. മന്ത്രിക്ക് നേരെ പ്രതിഷേധിക്കുകയും ചെയ്യാം. പക്ഷേ ദർ നീഡ് സം എക്സ്റ്റെൻറ്റ്, ടു സർട്ടൻ എക്സ്റ്റെൻറ്റ് മാത്രമേ സമരം ചെയ്യാൻ പാടുള്ളൂ. ഒരു മിനിറ്റ്, തിരുവനന്തപുരത്തും പുറത്തും നിരവധി സമരങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ആളാണ് ഞാൻ ഉൾപ്പെടെ. പക്ഷെ ഇന്നേ വരെ ഒരു മന്ത്രിയോ വനിതാ മന്ത്രിയോ കൈയേറ്റം ചെയ്യുന്ന രീതി ഉണ്ടായിട്ടില്ല. ഒരു സഭാനാഥൻ എന്നുള്ള എനിക്ക് വി.ഡി. സതീശന് നേരെയും ഉമാ തോമസിന് നേരെ നടന്നാലും ഇതേ ഫീല് തന്നെയാണ്. അല്ലാതെ വീണ ജോർജിനെതിരെ മാത്രമല്ല. വീണ ജോർജിനെ ആക്രമിച്ചാലും വി.ഡി. സതീശനെ ആക്രമിച്ചാലും ഉമാ തോമസിനെ ആക്രമിച്ചാലും എനിക്ക് ഒരേ വികാരം തന്നെയാണ്. കാരണം ഞാൻ സഭയുടെ നാഥനാണ്. അതിൻ്റെ ഉത്തരവാദിത്വം മാത്രമേ നിർവഹിച്ചിട്ടുള്ളത്.